ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാലത്ത് ഒരു 7:30 ആയപ്പോഴാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. കാലത്ത് 7:00 സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഇന്നലെ ഈ സമയത്ത് നമ്മുടെ സൂര്യനെ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരുന്നു. കാരണം ഇത്ര തീവ്രത ഉണ്ടായിരുന്നില്ല. ഒരു മൈൽഡ് ലുക്കായിരുന്നു, ഒരു ഇച്ചിരി ഓറഞ്ച് കളറൊക്കെ ആയിട്ട്. പക്ഷേ ഇന്നിപ്പോൾ ആൾ കുറച്ച് ദേഷ്യക്കാരനാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇച്ചിരി തീവ്രമായിട്ടുള്ള വെട്ടമുണ്ട്. ഇപ്പോൾ ഞാനൊരു ചായയൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ കാണുന്ന ഒരു ചായക്കട കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാൻ കാലത്ത് നിന്ന് ഒരു 6:45 എഴുന്നേറ്റ് ഒരു 7:15 വരെ ഓട്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ സ്ഥിരം ജോഗിങ് ഉണ്ട്. കാരണം സ്വിഗ്ഗിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് യോർക്കോളിപ്പും പിന്നെ പുറത്തുനിന്നുള്ള ഫുഡും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരീരം ആകെ പോക്കായി. ആകെ ഒരു എന്താ പറയുക, അത്രയ്ക്ക് നമ്മുടെ ഹെൽത്തൊക്കെ പോയി. ആകെ ഇഷ്യൂ വയറൊക്കെ ആകെ ചാടിപ്പോയി. ഓക്കെ, വയറൊക്കെ ചാടി. എനിക്ക് തോന്നുന്നു ഈ ഫാറ്റി ലിവറിൻ്റെ ഒരു ചെറിയൊരു തുടക്കം പോലെയൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ കാലത്ത് ഇപ്പോൾ സ്ഥിരമായിട്ട് ഓടുന്നുണ്ട്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു 2 കിലോമീറ്റർ. അപ്പം കാലത്ത് നന്നിട്ട് വെള്ളം കുടിച്ചിട്ട് കേട്ടോ ഞാൻ ചായ കുടിക്കണം കേട്ടോ. കാലത്ത് എൻ്റെ ഫസ്റ്റത്തെ ഭക്ഷണം വെള്ളമാണ്, 1 കപ്പ് വെള്ളം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞങ്ങളുടെ സിറ്റിക്ക് അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. ദേശം പുറയാർന്ന് പറയും. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഗ്രാമം തന്നെയാണ്. എന്നാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഒരു ഗ്രാമം എന്ന് പറയുന്നത് വളരെ ഒരു ഗ്രാമം, അതായത് കുറച്ചുകൂടി ഒരു ഉൾപ്രദേശം എന്നൊക്കെ കൂടി പറയാറുണ്ട്. ഇവിടെ അങ്ങനെ വലിയ സൗകര്യങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വീടുകളുണ്ടായിരുന്നു, ഒരുപാട് കൃഷിയിടങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും കാണാം നിങ്ങൾക്ക് ഇവിടെ ഈ ബാക്കിൽ കാണുന്നതൊക്കെ കൃഷിയിടമാണ്. അവിടെ കപ്പത്തോട്ടമുണ്ട്, വാഴയുണ്ട്, അങ്ങനെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ഈ കാലത്ത് തന്നെ ഒരു വ്ളോഗ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്നത് സ്വിഗ്ഗിയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ ചെയ്തിരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ എടപ്പറമ്പിൽ ഫാംസ് എന്ന യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് വൈകിട്ട് 5 മണി തൊട്ട് വെളുപ്പിന് ഒരു 2 മണി വരെ ഒക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ ഒരു 2:30-3 മണിയൊക്കെയാണ്. അപ്പോൾ കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു 9:30 കാരണം 10 മണി ആവാറാകുമ്പോഴേക്കും കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കണം. അപ്പോൾ എഴുന്നേക്കുന്നത് തന്നെ ഒരു 10 മണിയോളം ആവുമ്പോഴാണ്. അപ്പോഴേക്കും സൂര്യൻ ഇങ്ങനെയല്ല, നന്നായിട്ട് പ്രകാശിച്ച് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് BP കൂടി തന്നെ എഴുന്നേക്കണം. എന്നാൽ കാലത്ത് ഈ ആൾക്ക് അത്ര വലിയ വെട്ടവും അല്ലെങ്കിൽ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. പിന്നെ പ്രകൃതിയിൽ നമുക്ക് ഒരുപാട് നല്ല സൗമ്യമായ കാഴ്ചകൾ, കിളികളുടെ ഒച്ച, അങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത ഒരു പ്രകൃതിയുമായിട്ട് ആണ്, ആ പ്രകൃതിയുടെ ഒരു കാഴ്ചകളുമായിട്ട് നമ്മൾ കാലത്ത് എഴുന്നേക്കണം. അങ്ങനെ എഴുന്നേൽക്കുമ്പോഴുള്ള ഗുണം, നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു നോർമൽ BPയുമായിട്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുക. അതല്ലാതെ കാലത്ത് ഒരു 9 മണിക്ക് എഴുന്നേൽക്കുന്ന ആളുകൾക്ക് BP ഇച്ചിരി കൂടുതലായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരും, വീട്ടിലുള്ളവരോട് ദേഷ്യപ്പെടും, മറ്റുള്ളവരോട് ദേഷ്യപ്പെടും, നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നും. കാരണം അതങ്ങനെയാണ്. കാരണം നമ്മുടെ BP കയറി നിൽക്കുന്ന സമയത്താണ് ആ സമയത്താണ് നമ്മൾ എഴുന്നേൽക്കുന്നത് തന്നെ. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ 5-6 വർഷം രാത്രി ജോലി ചെയ്തിരുന്നു. രാത്രി ജോലി ചെയ്ത് കഷ്ടപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പെട്ടു. 6 ഒരു 6-7 വർഷം. അപ്പോൾ പിന്നെ അതിന് ശേഷം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടുള്ളൂ, 1-2 മാസമായിട്ടുള്ളൂ. 1-2 മാസമായിട്ട് എൻ്റെ ചായ ഇവിടെ വെച്ചാട്ടോ. 1-2 മാസമായിട്ട് ഞാനിങ്ങനെ ഇപ്പോൾ കാലത്ത് ഒരു 6:30 ആകുമ്പോൾ എഴുന്നേക്കും. 6:30 എഴുന്നേക്കും, ചിലപ്പോൾ ഒരു 6:15 ആകുമ്പോൾ എഴുന്നേക്കും. എന്നിട്ട് ഒരു 6:45 ആകുമ്പോൾ ഓടാൻ പോകും. 6:45 ആകുമ്പോൾ കാണുന്ന അവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് ദേശത്തേക്ക് ഓടാൻ പോകും. ഓടി ഒന്ന് വന്നിട്ട് വേർത്ത്, ഇതിപ്പോൾ ഞാൻ ഓടി വന്നിട്ടുള്ള സീനാട്ടാ. ആകെ അലകൊളുത്താണ്, ജസ്റ്റ് ഒന്ന് മുടി ഇരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് ഓടാനൊക്കെ പോയി. ഇപ്പോൾ പുഷപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ വയ്യ. കാരണം ഒന്ന് റെഡിയായി, ഇപ്പോഴും ഫിറ്റായിട്ട് വന്നിട്ടില്ല. ഇപ്പോഴും ബോഡി അങ്ങോട്ട് ഫിറ്റായിട്ടില്ല. എന്നിട്ട് വന്നിട്ട് ഒരു ഇപ്പ് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച്, പല്ലൊക്കെ തേച്ച് വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ടാണ് ഈ ചായ കുടിക്കാൻ തന്നെ. ഇത് പണ്ടത്തെയുള്ള ശീലമാട്ടോ. ഇതങ്ങനെ പെട്ടെന്ന് വിടാൻ പറ്റില്ല. കാരണം ഞാൻ കുട്ടിയായിരിക്കും മുതൽ എൻ്റെ അപ്പനെ ശീലിപ്പിച്ച കാര്യമാണത്. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കാലത്ത് തന്നെ വീട്ടുകാരോട് ദേഷ്യം തോന്നില്ല. ഈ നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് നമ്മുടെ BP എല്ലാം നോർമലായിരിക്കും. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ BP ഒന്ന് കയറി വരുള്ളൂ. ഒരു 10-35 വയസ്സുള്ള ആളുകൾ ഉറപ്പായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ കാലത്ത് ഒരു 6 മണിക്കെങ്കിലും എഴുന്നേക്കണം. 6-6:30 ആകുമ്പോഴെങ്കിലും എഴുന്നേക്കണം. 6:30 എഴുന്നേൽക്കുക, ഒന്ന് നടക്കാനൊക്കെ പോവുക.
നമ്മുടെ സൂര്യനെ കാണുക. ഇന്നലെ സൂര്യനെ ഞാൻ പറഞ്ഞ സമയത്ത് ഒരു 7 മണിയായപ്പോൾ സൂര്യൻ നല്ല ഈ എന്താ പറയുക, ഒരു ആപ്പിൾ പോലെയായിരുന്നു. അതായത് ആപ്പിളിൻ്റെ കളറല്ല, ഒരു ഓറഞ്ച് കളറിൽ ഒരു ഗോളം നല്ല വ്യക്തമായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇന്നും അങ്ങനെയായിരിക്കും. പക്ഷേ ഇന്നെന്തെന്നറിയില്ല, അതേ സമയത്ത് ഒരു 7:15 വന്നിട്ടും സൂര്യൻ കുറച്ച് തീവ്രമായിരുന്നു. ഇന്നിപ്പോൾ ഇത് ഈ സമയത്ത് ഇപ്പോൾ ചൂട് കൂടിയിട്ടുണ്ട് ആളുടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി സൗമ്യത ഉണ്ടാകാൻ വേണ്ടിയിട്ട്, മാത്രമല്ല ശാന്ത സ്വഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഡേ.